നമസ്കാരം. പൊതുജനം കഴുത്തിയ LSR എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്, പ്രതികരണ വേദിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തു വന്നതിൽ ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, പ്രത്യേക സെഗ്മെന്റുകൾ, ജനകീയ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ, ഇതൊക്കെ പ്രേക്ഷകർക്ക് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിപാടിയിൽ കാണാൻ കഴിയും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാനുള്ള അവസരവും പ്രേക്ഷകർക്ക് ഞങ്ങൾ ഒരുക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം. അതിന് നമ്പർ ഇതാണ്: 048428300510. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ വാർത്തകളുണ്ടെങ്കിൽ അതൊരു വാർത്തയായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ദൃശ്യങ്ങൾ സഹിതം അയക്കാനുള്ള സൗകര്യമുണ്ട്. അതിനാണ് ഈ വാട്സാപ്പ് നമ്പർ 62 35 96 89 37. ഇനി റിപ്പോർട്ടുകളിലേക്കാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ധനവകുപ്പ്. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. BMW കാർ ഉള്ളവർക്കടക്കം പെൻഷൻ നൽകുന്നതായി ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മസ്റ്ററിംഗിലടക്കം തട്ടിപ്പ് നടന്നുവെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. വിശദമായ അന്വേഷണം ഇതിൽ വരികയും ചെയ്യും. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുമുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടി തറ വിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തി. അന്വേഷണം, പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നുവെന്നും പരിശോധന തുടരുകയാണെന്നും കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ. 2022 തന്നെ ഏകദേശം ഇപ്പൊ പരിശോധിച്ചു വരികയാണ്. അത് ഏകദേശം 28 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ബാക്കിയുള്ളത് പരിശോധിച്ചു വരികയാണ്. സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് C&AG 2023 റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെയാണ് 9201 പേർ. 2017 മുതൽ 2020 വരെ 39.27 കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി. 2000 മുതലുള്ള കണക്കെടുത്താൽ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ട്. ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായമാണ് ചിലരുടെ കൈകടത്തൽ കാരണം ഇങ്ങനെ പാഴായി പോകുന്നത്. ഇത്തരക്കാരെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച് നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് അർഹിക്കുന്ന ശിക്ഷ നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ കണക്കെടുത്താൽ ഈ തട്ടിപ്പുകാരുടെ എണ്ണം ഉയരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ തട്ടിപ്പുകാരിൽ നിന്ന് തന്നെ പണം ഈടാക്കണം എന്നുള്ള ആവശ്യവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായ അന്വേഷണം ഈ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ കൂടുതൽ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ടവധിയെടുത്ത് ജീവനക്കാരുടെ പ്രതിഷേധം. സർട്ടിഫിക്കറ്റ് വൈകുന്നതിൽ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധമുണ്ടായത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടവധിയിൽ പൊതുജനം വലഞ്ഞു. ഇന്ന് ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവധി ദിവസവുമല്ല. പക്ഷേ കടകംപള്ളി വില്ലേജ് ഓഫീസിലെ മുഴുവൻ കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ജീവനക്കാർ കൂട്ടവധിയിലാണ്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെത്തിയവർ സർട്ടിഫിക്കറ്റ് വൈകുന്നുവെന്നാരോപിച്ച് മർദ്ദിച്ചെന്ന് ജീവനക്കാർ.
സംഭവത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ പൊടുന്നനെ അവധിയെടുത്തതോടെ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റി. താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായി ചെറുവക്കൽ വില്ലേജിൽ നിന്നും ഒരു ജീവനക്കാരനെ കട്ടകംപള്ളി വില്ലേജ് ഓഫീസിൽ നിയോഗിച്ചു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വില്ലേജിൽ. ജീവനക്കാർ കൂട്ടവധിയെടുത്തതോടെ ഓഫീസിലെത്തിയ പൊതുജനം സേവനം ലഭിക്കാതെ മടങ്ങി. നമുക്കൊരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ചെയ്യാനാ? കരോടച്ച രസീതിന് വേണ്ടിയിട്ട് 2-3 ആഴ്ച കൊണ്ടേ നടക്കുകയാണ്. കരോടച്ച രസീത് അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് വേറെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അക്ഷയ വഴി ആ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. ഇത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത്യാവശ്യക്കാർക്ക് ഒന്നും ഉപകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം. പിന്നെ ബുദ്ധിമുട്ടല്ലേ, അവര് പറയുമ്പോഴൊക്കെ കയറി ഇറങ്ങി വരണ്ടേ? നമ്മൾ ആവശ്യമല്ലേ? ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട BJP പ്രവർത്തകർ ഓഫീസിൽ പ്രതിഷേധിച്ചു. അതേസമയം സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഉദ്യോഗസ്ഥരുടെ നടപടിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ഓഫീസിലെത്തി ആരെങ്കിലും കയ്യേറ്റം ചെയ്യുകയോ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അല്ലാതെ നികുതി പണം നൽകുന്ന പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് ഇങ്ങനെ കൂട്ടവധിയെടുക്കുന്നത് ഒട്ടും ശരിയല്ല. വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ്, റവന്യൂ വകുപ്പാണ്. അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മുന്നറിയിപ്പില്ലാതെയുള്ള ഈ കൂട്ടാവധിയെ ഗൗരവത്തോടുകൂടി തന്നെയാണ് സർക്കാർ കാണുന്നത്. അന്വേഷണത്തിന് റവന്യൂ മന്ത്രി K. രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതിഷേധം ഇങ്ങനെ കൂട്ടാവധി എടുത്തുകൊണ്ട് ജനങ്ങളെ വലച്ചുകൊണ്ടായിരുന്നോ വേണ്ടിയിരുന്നത് എന്ന കാര്യം ഉദ്യോഗസ്ഥരും ആലോചിക്കേണ്ടതാണ്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ ഡോൺ ബോസ്കോ സ്കൂളിന് മുന്നിൽ ദേശീയപാത ഇരുമ്പുവേലി കൊണ്ട് കെട്ടിയടച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് മേഖലയിൽ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശപാത നിർമ്മിക്കണമെന്ന് ഏറെക്കാലമായി വിദ്യാർത്ഥികളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആകാശപാത സ്ഥാപിക്കാതെ ഉണ്ടായിരുന്ന നടവഴി ഇരുമ്പുവേലി കൊണ്ട് കെട്ടിയടച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലാണ്. റിപ്പോർട്ട് കാണാം. ദേശീയപാതയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് റോഡ് മുറിച്ചു കടക്കുന്ന ഭാഗങ്ങളിൽ ഈ കാണുന്ന ഇരുമ്പുവേലി കൊണ്ട് റോഡുകൾ കെട്ടിയടച്ചത്. ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം 2 അടി ഉയരത്തിലുള്ള വേലികൾ ചാടിക്കടന്ന് വേണം റോഡ് മുറിച്ചു കടക്കാൻ. ഇരുമ്പുവേലിയൊന്ന് ചാടിക്കടക്കാൻ പെടാപ്പാടുപെടുകയാണ് കുട്ടികൾ. ഉയരം കുറവുള്ളവരാകട്ടെ സ്കൂൾ ബാഗ് ഇരുമ്പുവേലിക്കപ്പുറത്തെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് മുറിച്ചു കടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് 6 വരിപ്പാതയെ വേർതിരിക്കുന്ന ഭാഗം വിവിധയിടങ്ങളിൽ ഇരുമ്പുവേലി കൊണ്ടടച്ചത്. സ്പീഡ് ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലേക്ക് 6 വരിപ്പാതയുടെ മധ്യത്തിൽ ഇരുമ്പുവേലി മറികടക്കാൻ വേണ്ടി കുട്ടികൾ കാത്തുനിൽക്കുന്നതും സ്പീഡ് ട്രാക്കിലാണ്. അപകടകരമായ രീതിയിൽ ഇരുമ്പുവേലി ചാടിക്കടന്ന് ചെല്ലുന്നതും എതിർഭാഗത്തെ സ്പീഡ് ട്രാക്കിലേക്ക്. റോഡിലെവിടെയും സ്കൂൾ ഉണ്ടെന്ന സൂചനാ ബോർഡോ വേഗനിയന്ത്രണ ബോർഡുകളോ ഇല്ല. ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഈ നാട്ടുകാർ മുഴുവനും ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്ഷൻ, ഈ റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്ന ഓപ്ഷൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഹൈവേ ക്രോസ് ചെയ്യാനുള്ളത് ഒരേ ഒരു ഓപ്ഷൻ സ്കൈ വാക്കാണ്. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. മുല്ലക്കര മേഖലയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയുണ്ടായ വിവിധ അപകടങ്ങളിൽ സ്കൂൾ ജീവനക്കാരി ഉൾപ്പെടെ 4 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട്. 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചെറുതും വലുതുമായ 13 അപകടങ്ങളാണ് 12 മാസത്തിനിടെ ഇവിടെ നടന്നത്. ഈ ഡോൺ ബോസ്കോയിലത്തെ ഒരു സ്റ്റാഫ് മരിച്ചു, അപ്പോഴും പാലല്ല. പാലം പണിയാന്ന് മാത്രം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാവരും പറയുന്നത്. പാലം ഇന്ന് വരെ വന്നിട്ടില്ല. ഈ ഫ്ലൈ ഓവർ പണിയാം, നമ്മുടെ പതിഞ്ഞാങ്കര പടന്തമാരത്തെ എല്ലാം പണിയാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനൊരു മറുപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മുളയം കൊഴുക്കുള്ളി മേഖലകളിലേക്കുള്ള പ്രധാന പാതയും നടത്തറ കൂട്ടാല മേഖലയിലേക്കുള്ള വഴിയും മുല്ലക്കര ജംഗ്ഷനിലാണ്. ദേശീയപാത മുറിച്ചു കടക്കേണ്ടത് മേഖലയിൽ അത്യാവശ്യമാണ്. ആകാശപാത നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പെങ്കിലും നിലവിൽ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. നമുക്കിവിടെ ആകാശപാത വേണമെന്നാണ് മെയിനായിട്ട് വയ്ക്കുന്ന തീരുമാനം. അത് നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. അതിനുവേണ്ടി മുൻകിട്ട് പ്രയത്നിക്കാൻ നമ്മൾ
എപ്പോഴും തീരുമാനിച്ച് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അനധികൃതമായി ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദേശീയപാത അടച്ചുകെട്ടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ആകാശപാത നിർമ്മിക്കാതെ ദേശീയപാത അടച്ചുകെട്ടിയത് തലതിരിഞ്ഞ നടപടിയാണെന്നാണ് വിമർശനം. ഇരുമ്പുവേലികൾ പൊളിച്ചു നീക്കുക എന്നതല്ല ശാശ്വത പരിഹാരം. ആകാശപാത നിർമ്മിച്ച സുരക്ഷിതവും സുഗമവുമായ യാത്രാ സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇരുമ്പുവേലി ചാടിക്കടന്ന് സ്കൂളിലെത്താൻ പാടുപെടുകയാണ് വിദ്യാർത്ഥികൾ. ചെറുതും വലുതുമായ 13 അപകടങ്ങളാണ് ഒരു വർഷത്തിനിടെ ഇവിടെ നടന്നത്. ദേശീയപാത മുറിച്ചു കടക്കേണ്ടത് മേഖലയിൽ അത്യാവശ്യവുമാണ്. ആകാശപാത നിർമ്മിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതുമാണ്. എന്നാൽ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് കിടക്കാൻ, പേടിയാ. നേരത്തെ സാധാരണ ഇവിടെ കട്ടിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പൊ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോഴുണ്ടായിരുന്നു വണ്ടി, കൂട്ടുകാരിനെ വണ്ടി അടിച്ച ഒന്നേ ഈ ഇത് പറഞ്ഞില്ലേ മേൽപ്പാത വരെ അത് വരണം. അത് ഇത്ര കുറെ കാലം ഇത് തിരികെ വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് മാറ്റിയാൽ ഞങ്ങൾക്ക് കടക്കാനുള്ള എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെയും നിർത്താ പോലീസുകാർ അങ്ങനെ എന്തോ. ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു സ്കൂളിൽ തുടങ്ങിയപ്പോ, അല്ലാണ്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ എന്റെ കാലടിച്ചോളൂ. കേറാൻ പാടല്ലേ? അപ്പോൾ അവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. അവിടെ പോലീസുകാർ ഫസ്റ്റ് അവിടെ ഇടിച്ച സമയത്ത് മാത്രമേ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തന്നെ കിടക്കുമ്പോൾ ഭയങ്കര സേഫല്ല. കളിച്ചു വളർന്ന മൈതാനം നഷ്ടമാകുമെന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഹൃദയം പിളരുന്ന വേദനയുണ്ടാകും. തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ പൊതുമൈതാനം സംരക്ഷിക്കാൻ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ആലുവ അശോകപുരത്തെ ഒരു കൂട്ടം മനുഷ്യർ. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുവാൻ ജില്ലാ ഭരണകൂടം ഗ്രൗണ്ടിനെ തിരഞ്ഞെടുത്തതോടെയാണ് പ്രതിസന്ധിയുണ്ടായത്. പല തലമുറകൾ ബൂട്ട് കെട്ടി കാൽപന്ത് തട്ടിയതിന്റെ ചരിത്രമുണ്ട് ഞാൻ ഈ നിൽക്കുന്ന അശോക ഗ്രൗണ്ടിന്. കാണികളെ ആവേശഭരിതരാക്കിയ എത്രയോ മത്സരങ്ങൾ. എന്നാൽ തങ്ങളുടെ എല്ലാമായ ഈ മൈതാനം തങ്ങളുടേതല്ലാതായി തീരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല, വൈകുന്നേരമായാൽ എല്ലാവരും അശോക ഗ്രൗണ്ടിലെത്തും. ക്രിക്കറ്റും ഫുട്ബോളും ഷട്ടിലും അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ട കായിക ഇനങ്ങൾ. മണിക്കൂറുകൾ ചിലവഴിക്കുന്നിടം. ഈ മൈതാനം നഷ്ടമാവുമോ എന്ന ഭയത്തിലാണിന്നവർ. ഞങ്ങളാരും ഭവനരഹിതർക്കെതിരല്ല. ഒരു തുണ്ട് ഭൂമി ഒരാൾക്ക് കിട്ടുന്നതിനോടൊന്നും നമ്മളെതിരല്ല. പക്ഷേ ചൂർണിക്കര പഞ്ചായത്തിൽ 1 ഏക്കറിൻ്റെ മേളിൽ സ്ഥലങ്ങൾ മിച്ചഭൂമിയായിട്ട് തന്നെ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കിടക്കുമ്പോഴാണ് 40 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു ഗ്രൗണ്ട് അതിനെ മാറ്റിക്കൊണ്ട് വീട് വെക്കുന്നതിന് വേണ്ടി സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം മുൻപ് മൈതാനത്തിന് അവകാശവാദം ഉയർത്തിയതാണ്. 1990കളിൽ മുട്ടത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നവരെ അശോക ഗ്രൗണ്ടിൽ അധിവസിപ്പിക്കാനുള്ള നടപടിയും എടുത്തു. അന്ന് ഗ്രൗണ്ടിനെ രക്ഷിക്കാൻ നാട്ടുകാർ ചേർന്ന് 25,000 രൂപ പിരിച്ചെടുത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കുന്നു നിരത്തി അവിടെ സ്ഥലം ഒരുക്കി കൊടുത്തു. എന്നാൽ ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുവാൻ ഈ ഗ്രൗണ്ടിനെ തന്നെ ജില്ലാ ഭരണകൂടം തിരഞ്ഞെടുത്തു. ചൂർണിക്കര പഞ്ചായത്തിൽ വേറെയുമുണ്ട് പുറംപോക്ക് ഭൂമികൾ. എന്നാൽ അശോക ഗ്രൗണ്ടിനെ ഇല്ലാതാക്കുന്ന പഞ്ചായത്ത് തീരുമാനത്തിൽ അങ്ങേയറ്റം വിഷമത്തിലാണ് നാട്ടുകാർ. ഞാൻ മാത്രമല്ല, എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയൻ, അതേമാതിരി എൻ്റെ പിതാവ്, എൻ്റെ കൊച്ചാപ്പ, ഇവരൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് അത്. അന്ന് അശോക കമ്പനിയുടെ ആണെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വിട്ടു തരിക. വിട്ടു തന്നില്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ആദ്യകാലങ്ങളിൽ അന്ന് ഉണ്ടായ സമയത്തും ഞങ്ങൾ കുറ്റി പറിച്ചു കളഞ്ഞ് പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടാണ് ഞങ്ങൾക്ക് 1.5 കിട്ടിയത്. ഇന്നും വീണ്ടും അതിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഭൂമി വിട്ടു തന്ന് ഇതിന് ഞങ്ങളെ മക്കൾക്ക് കളിക്കാനുള്ള ഒരവസരം ഉണ്ടായി തരിക. കാരണം ഒരു പഞ്ചായത്തിന് ഒരു ഗ്രൗണ്ട് വേണം. ഗ്രാമോത്സവങ്ങളും കായികമേളകളുമെല്ലാം അശോകയിലാണ് ഇതുവരെ അരങ്ങേറിയിരുന്നത്. ആ നാടിന്റെ ഉത്സവമായിരുന്നു അശോക ഗ്രൗണ്ടിലെ ഓരോ മേളകളും. എന്തു വില കൊടുത്തും തങ്ങളുടെ മൈതാനത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ആദ്യഘട്ടമായി കളക്ടറേറ്റിലേക്ക് ധരണിയും നടത്തും. ഓൺലൈൻ ഗെയിമിങ്ങും ലഹരി ഉപയോഗവും അരങ്ങുവാഴുന്ന ഈ പുതിയ കാലത്ത് പൊതുമൈതാനങ്ങൾ എന്ന പച്ചത്തുരുത്തുകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അഭിജിത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിലെ പ്രതി അബ്ദുൽ സനൂഫ് കസ്റ്റഡിയിൽ. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ചെന്നൈയിൽ നിന്നാണ്. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരുപാട് ദുരൂഹതകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിർണായകമാണ് ഈ പ്രതി അബ്ദുൽ സനൂഫ് കസ്റ്റഡിയിലാവുന്നു എന്നുള്ളത്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അഭിജിത്ത്? ടി.കെ. അല്പസമയം മുൻപാണ് അബ്ദുൽ സനൂഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഇവിടെ എത്തിയ പോലീസ് സംഘം ഇയാളെ ഇവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. ഇയാൾ ഇവിടെ നിന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ മുങ്ങിയതിന് ശേഷം ഇയാൾ രൂപമാറ്റം നടത്തിയിരുന്നു. ഷേവൊക്കെ ചെയ്ത് താടി മുടിയൊക്കെ വടിച്ച് ആ രീതിയിൽ വേഷപ്രച്ഛന്നനായി ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നതിനിടെയാണ് പോലീസ് സംഘം അവിടെ എത്തുകയും തുടർന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ടി.കെ. ചോദിക്കുന്നത് പോലെ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊന്നത്, എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫസീലയെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് ഇവിടെ ഈ ഫസീലയ്ക്കൊപ്പം മുറിയെടുത്തിരുന്ന ഈ സനൂഫിനെ കാണാതാവുകയായിരുന്നു. അപ്പോൾ തന്നെ ഒരു സംശയം, ഒരു ദുരൂഹതയൊക്കെ പോലീസിന് തോന്നിയിരുന്നു. ഈ ഹോട്ടലിൽ സനൂഫ് നൽകിയ വിലാസം, നമ്പർ ഒക്കെ വ്യാജമായിരുന്നു, പേര് വിവരങ്ങളൊക്കെ വ്യാജമായിരുന്നു. തുടർന്നാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ പോലീസ് ആദ്യം ബംഗളൂരുവിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തിയാണ് പോലീസ് ഒരു അന്വേഷണം നടത്തിയത്. പിന്നീട് അയൽ സംസ്ഥാനങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചു. തുടർന്നാണ് അല്പസമയം മുൻപ് ഇയാളെ ചെന്നൈയിൽ നിന്ന് പിടികൂടുന്നത്. ഈ അബ്ദുൾ സനൂഫും ഈ കൊല്ലപ്പെട്ട ഫസീലയും തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഒരു പീഡന പരാതി ഈ ഫസീല ഈ സനൂഫിനെതിരെ നൽകിയിരുന്നു. അതിൽ 89 ദിവസം ഇയാൾ ജയിലിൽ കിടക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പകയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു പ്രാഥമികമായ നിഗമനമാണ് പോലീസിനുള്ളത്. ഈ കൊലപാതകം ആദ്യം ഒരു മരണമായാണ് പോലീസ് സംശയിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശ്വാസം മുട്ടിച്ചാണ് ഫസീലയെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്, ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ അബ്ദുൾ സനൂഫിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും തുടർന്ന് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണവും വ്യാപിപ്പിച്ചു. ഏതായാലും ഒടുവിൽ ഇപ്പോൾ ഈ അബ്ദുൾ സനൂഫിനെ പിടികൂടിയിരിക്കുന്നു. ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ വേഷപ്രച്ഛന്നനായി കഴിയുകയായിരുന്നു ഇയാൾ. അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാളുമായുള്ള പോലീസ് സംഘം നിലവിൽ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അഭിജിത്ത്, ഈ നേരത്തെ ഈ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. പിന്നീട് ഈ അഭിജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം, നേരത്തെ ഇവർ തമ്മിൽ തെറ്റിയെങ്കിലും പിന്നീട് അടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യം, ഇതിൽ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അബ്ദുൾ സനൂഫിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു സ്ഥിരീകരണം ലഭ്യമാവുക എന്ന നിലയിലേക്ക് മാത്രം പോയാൽ മതി എന്നാണോ അന്വേഷണ സംഘം പറയുന്നത്? ടി.കെ. നിലവിലെ സാഹചര്യം അനുസരിച്ച് അബ്ദുൾ സനൂഫ് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. ഈ സമയത്ത് ഈ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ ഉണ്ടായിരുന്നത് സനൂഫും ഫസീലയും മാത്രമാണ്. 24-നാണ് ഇവർ അവിടെ മുറിയെടുക്കുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടന്ന കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് 26-ന് രാവിലെ ഫസീലയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അന്ന് ആ മരിച്ച നിലയിൽ കാണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ അബ്ദുൾ സനൂഫ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ മരണവിവരം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴാണ് സനൂഫിനെ കാണാതാകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇവർ ഇങ്ങനെ ഇവിടെ വന്ന് റൂം എടുത്തതും മറ്റുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ജോലി ശരിയാക്കാനുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു ജോലി ശരിയായി ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യാർത്ഥമാണ് കോഴിക്കോടേക്ക് പോകുന്നത് എന്നുള്ളതാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീല കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ കോഴിക്കോടേക്ക് വരുന്നത്, ഇവിടെ മുറിയെടുക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഏതായാലും തുടക്കത്തിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മരണം എന്നാണ് കരുതിയത്, ഒരു ആത്മഹത്യ എന്നാണ് കരുതിയത്. പിന്നീടാണ് ഇത്തരത്തിലൊരു സംശയം ബലപ്പെടുന്നത്. കാരണം അവിടെ അത്രയും സമയമുണ്ടായിരുന്ന അബ്ദുൾ സനൂഫ് എന്ന യുവാവിനെ കാണാതാകുന്നു. അങ്ങനെ പോലീസ് നടത്തിയ ഒരു അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. പിന്നീട് ഈ അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഇനി പോലീസിന് അറിയാനുള്ളത് ഈ ഒരു കാരണമാണ്, എന്തിനാണ് ഈ ഫസീലയെ ഈ രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ഈ യുവാവ് തയ്യാറായത്, സനൂഫ് എന്തിനാണ് തയ്യാറായത്? അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. പ്രതി അബ്ദുൾ സനൂഫ് പിടിയിലായിരിക്കുകയാണ്. അബ്ദുൾ സനൂഫിൽ നിന്നാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടത്. എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യമടക്കം. സംസ്ഥാനം വിട്ടിട്ടുണ്ട് പ്രതി എന്ന സംശയം പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. നേരത്തെ സനൂഫിന്റെ കാർ പാലക്കാട് നിന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും കൊലപാതകം നടത്തിയത് സനൂഫ്
സനൂഫ് തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തുകയും വേണം. അതിന് സനൂഫിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് അടുത്ത ഘട്ടം എന്ന നിലയിൽ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. പൊതുജനം കഴുതിയ LSR എന്ന പരിപാടിയിലേക്ക് വീണ്ടും. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ടെത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോരെ സാർ, കാണാം. പതിനഞ്ച് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും നായകൾ സജീവമാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണ മാലിന്യങ്ങളും വന്ധ്യംകരണത്തിലെ അപാകതയും തെരുവുനായ ശല്യം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗത്തിലെ കണ്ടെത്തൽ. തെരുവുനായ്ക്കളെ തുരത്താൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് യാത്രക്കാരും. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസരത്തുമായി 15 പേരെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ യോഗം ചേർന്നിട്ടും ഇപ്പോഴും കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് കാവൽ നിൽക്കുന്ന ഈ നായ്ക്കൾ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാരെയും ഒട്ടേറെ നായ്ക്കളെയും കടിച്ച തെരുവുനായ പിന്നീട് സ്റ്റേഷന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി. ചത്ത നായയിൽ നടത്തിയ സ്രവപരിശോധനയിൽ പേവിഷബാധയും സ്ഥിരീകരിച്ചു. കടിയേറ്റവർ ചികിത്സ തേടിയെങ്കിലും നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ നിലവിലുള്ള കുത്തിവെപ്പ് തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. എത്ര നായ്ക്കൾക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ച നായയുടെ കടിയേറ്റതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസരത്തുമായി തെരുവു നായ്ക്കൾ ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട്. നടപടിയെടുപ്പുള്ള എത്ര നമ്മൾ വില കടിക്കാൻ വേണ്ടി വരുന്നത്, നമ്മൾക്ക് എത്ര 10-40 കൊല്ലം പോലെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ നേരിക്ക് വരെ നായ് പാഞ്ഞു വരുന്നത്. ഇപ്പം എന്താ ചെയ്യുക, നമ്മൾ കൈമ കിട്ടിയാൽ കൊല്ലും ചെയ്യും. അതിപ്പോൾ ആദ്യം ചോദിക്കാൻ വന്നാൽ 3 കുത്തും ചെയ്യും. അത് വേറെ ഓരോ നായ്ക്കളെ ചുറ്റുപാട് നായ്ക്കളെ അവിടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്ലാറ്റ്ഫോം കൂടി നടക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നടപടി വേണ്ടേ? തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ കണ്ണൂർ ADMന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് യോഗം ചേർന്നു. പ്രതിരോധ നടപടികൾക്കായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കി അവയെ ക്രിയാത്മകമായിട്ട് എല്ലായിടത്തും മാലിന്യം സംസ്കരിക്കണം, എവിടെയെങ്കിലും അതിനെ പുറന്തള്ളണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, യാത്രക്കാർ അവരുടെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും തെരുവു നായകൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും 30ഓളം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. നായ്ക്കളുടെ കടിയേൽക്കാതെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് യാത്രക്കാരും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തെരുവു നായ്ക്കളെ ആകർഷിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം വേഗത്തിലാക്കിയാൽ തെരുവുനായ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പാറക്കൽ, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസരത്തുമായി തെരുവു നായ്ക്കൾ ഇപ്പോഴും തമ്പടിക്കുന്നുണ്ട്. കാണാം ചില പ്രതികരണങ്ങൾ. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നായ്കളെ ഇപ്പോൾ അടിച്ചു കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കേസാവും, പിടിക്കും. അപ്പോൾ അത് കോർപ്പറേഷൻ ഇതാക്കിയിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇപ്പോൾ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കടിക്കാൻ തുടങ്ങും. എന്നെങ്കിൽ ഇവിടുന്ന് എല്ലാവരും കൂടി കൊണ്ടുപോയി വേറെ സേഫ്റ്റി സെപ്പറേറ്റ് ആയിട്ട് അതിന് താമസിക്കാനുള്ള സൗകര്യം ചെയ്യണം, അല്ലെങ്കിൽ വേറെ തരത്തിൽ എന്തെങ്കിലും ചെയ്യണം. അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് റെയിൽവേ ഇപ്പോൾ ഇത് ചെയ്യണം. തെരുവായികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാടല്ല മുമ്പിലുള്ള, ഇവിടെയും കാടുണ്ട് ഇപ്പുറവും കാടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലാണ് ഇവരുടെ താവളം. പകൽ സമയങ്ങളിൽ ഭക്ഷണത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് കാര്യം ചെയ്തത്. ഈ റിപ്പോർട്ടോടെ പൊതുജനം കഴുതിയ LSR എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.